സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിനാൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ സമരത്തിൽ. OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം. ആശുപത്രിയുടെ പ്രവർത്തനത്തെ സമരം താളം തെറ്റിച്ചിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമ്മുടെ ഒറ്റക്കെട്ടായ നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു സമരമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് ഒറ്റക്കെട്ടായി നിൽക്കണം. ഇത് ഉന്നതാധികാരികളെ അറിയുന്നിടം വരെ, നമ്മുടെ ശബ്ദം അവിടെ കേൾക്കുന്നിടം വരെ നമ്മൾ ഇതിന്റെ പുറകെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു. എല്ലാവർക്കും അഭിവാദ്യം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 18 ഈ ഒരു ദിവസം നമ്മളിവിടെ കൂടിച്ചേരേണ്ട ഒരു ആവശ്യകത എന്തായിരുന്നു എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടതില്ല. ഫെബ്രുവരി മാസത്തെ സ്റ്റൈഫൻഡ് അനന്തമായി വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് അധികമായി നമ്മൾ അധികാരികളുമായി പല രീതിയിൽ ബന്ധപ്പെടുകയും നമുക്ക് ലഭിച്ചതൊക്കെ വാക്കുകളും വാഗ്ദാനങ്ങളുമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിരുന്നു. തിങ്കളാഴ്ച കൂടെ നമ്മൾ സമരം നടത്താമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. എങ്കിൽ പോലും നമുക്ക് ഉടനെ സ്റ്റൈഫൻഡ് തരാം എന്നുള്ളൊരു വാഗ്ദാനവും വിശ്വസിച്ചുകൊണ്ട് രോഗികളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നൊരു തീരുമാനം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സമരത്തിൽ ഇറങ്ങേണ്ട എന്ന് താൽക്കാലികമായി തീരുമാനിച്ചിരുന്നു. പക്ഷേ പറഞ്ഞ വാക്കുകളും വാഗ്ദാനങ്ങളും അവധികളും എല്ലാം കഴിഞ്ഞിട്ടും നമുക്ക് ഇതുവരെ സ്റ്റൈഫൻഡ് ലഭിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ സമരത്തിനിറങ്ങുക എന്നൊരു നിവൃത്തികെട്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും പറയുന്നത് പോലെ മലബാറിലെ ഏതാണ്ട് 4-5 ജില്ലകൾ, കർണാടക, തമിഴ്നാടിന്റെ അതിർത്തി ഭാഗങ്ങൾ തുടങ്ങി പല ഭാഗത്തു നിന്ന് രോഗികൾ വരുന്ന വലിയൊരു മെഡിക്കൽ കോളേജാണ്. സർക്കാരിന്റെ മറ്റെല്ലാ മെഡിക്കൽ കോളേജുകളിലെയും പോലെ ഇവിടെയും ഡോക്ടർമാരുടെ ലഭ്യത വളരെ വലിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ മറികടക്കുന്നത് നമ്മൾ PG ഡോക്ടർ ഹോസ്പിറ്റൽസ് അടക്കമുള്ള വലിയൊരു വർക്ക് ഫോഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ചോദിക്കുന്നത് സ്റ്റൈഫൻഡ് കൂട്ടിത്തരാനോ അല്ലെ നമ്മുടെ ശമ്പളം വർദ്ധിപ്പിക്കുവാനോ വേണ്ടിയല്ല. ഇതുവരെ ചെയ്ത ജോലിയുടെ കൂലി മാത്രമാണ് നമ്മൾ ചോദിക്കേണ്ടി വരുന്നത്. ഇത്ര ദിവസമായിട്ടും അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ആവാതെ പോവുക എന്നുള്ളത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. ഇനിയും ഇതിനും മിണ്ടാതിരുന്നുകൊണ്ട് നമുക്ക് ഒന്നും നേടാനാവില്ല. ഇനി ക്ഷമയുടെ നെല്ലിപ്പറയുകൊണ്ട് ഈ ഒരു അവസരത്തിൽ സമരമല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുന്നിലേക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ ശമ്പളം നേടിയെടുക്കുന്നത് വരെ നമ്മൾ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ PG ആഹ്വാനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വരുന്ന മാസങ്ങളിലും ശമ്പളം ഇനി വൈകില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടുക എന്നുള്ളൊരു ആവശ്യം കൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു കോളേജിലെ മറ്റു കോളേജുകളിലെ ഭൂരിഭാഗം ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടും PG വിദ്യാർത്ഥികളോട് ഈ ഒരു അവഗണന നേരിടേണ്ടി വരുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ല, നമ്മൾ ഇനിയും ഇത്തരം ചോദ്യങ്ങളുമായി മുന്നോട്ട് വരില്ല എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണോ? എന്തായാലും ഇത്തരം അവഗണനകളെ ഇനി നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാനാവില്ല. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ സമരത്തിനായി